കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങളോടൊരു ചോദ്യം. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ഉത്തരം കിട്ടിയാൽ കൊള്ളാം. ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്, ഉണ്ടെന്ന് പറയുന്നവര്. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെ? നമ്മളൊരു കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുക, ആ കുഞ്ഞ് നമ്മളെ വിശ്വസിക്കുക, നമ്മളെ താഴെ ഇടത്തില്ല. നമ്മളെ വിശ്വസിക്കും, ദൈവത്തെ വിശ്വാസം. കൊച്ചു കുഞ്ഞിന് 3 മാസമോ 6 മാസമോ 1 വയസ്സോ ഒക്കെ ആയ കുഞ്ഞിന് അങ്ങനെ ദൈവത്തിൽ വിശ്വാസമുണ്ട്? എന്തോ അലീച്ചയുടെ വലുതാകുമ്പോയില്ലേ? ഞാൻ വളരുമ്പോഴാണ് എന്റെ പിതാവ് ഇന്നാരാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുഞ്ഞായിരുന്നപ്പോഴും കയ്യിലെടുത്തപ്പോ അപ്പനാന്നുള്ള ചിന്ത, ആ തിരിച്ചറിവിന് മുമ്പ് തന്നെ അപ്പനെന്നും അമ്മയെന്നുള്ള വിചാരം ഉണ്ടോ മനസ്സിൽ? ആട്ടെ. അപ്പൊ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാ രക്ഷിക്കപ്പെടുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുള്ളേ? അവർ രക്ഷിക്കപ്പെടുവോ? എങ്ങനെ മക്കളെ? വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കും. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആരെയാ വിളിച്ചു നിർത്തിയേ? അപ്പൊ നിൽക്കുന്ന ശിശുവിന് എന്ത് പ്രായം കാണും? എന്നാലും ഊഹിച്ചു പറ. 3 മാസമായ കുഞ്ഞ് നിൽക്കുവോ? പിന്നെ എന്തോ 1 വയസ്സ് 1.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോ കഷ്ടിച്ച് നിൽക്കാം. ആട്ടെ, വിളിച്ച് അടുക്ക നിർത്തി. ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് 1.5 വയസ്സ് വരെ ആ ശൈശവമെന്നാ. നമ്മളൊക്കെ പണ്ട് ധരിച്ചിരുന്നത് ഇച്ചിരൂടെ ഒക്കെ മുതിർന്ന ശേഷമെന്നാ. അല്ല, 1.5 വയസ്സാണ് ശൈശവം. പോട്ടെ. അപ്പൊ 1.5 വയസ്സുള്ള കുഞ്ഞിന് വലിയ വിശ്വാസമൊന്നും ഈ പറയുന്നവണൊക്കെ ഉണ്ടാവത്തില്ല. ഉണ്ടാവുമോ? കാണത്തില്ല. വായിരു ഞാൻ അടുത്തത്. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എപ്പിസ്കോപ്പൽ സഭയുടെ സ്നാനോപദേശത്തിന്റെ അടിസ്ഥാനം ഇവിടെയാണ്. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അപ്പൊ കൈക്കൊള്ളാത്തവൻ, ശിശുവിനെ കൈക്കൊള്ളാത്തവൻ എന്നെ കൈക്കൊള്ളുന്നില്ലെന്നോ അതിന്റെ അർത്ഥം? ഞാനങ്ങനെ മനസ്സിലാക്കുന്നു. നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു എനിക്കറിയത്തില്ല. ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അടുത്തതാണ് പ്രധാനപ്പെട്ടത്. വായിച്ചു. എന്തോ അപ്പനും അമ്മയും മാത്രമേ വിശ്വസിച്ചുള്ളൂ? കൊച്ച പറ. ശൈശവം അപ്പനും അമ്മയും മാത്രമേ വിശ്വസിച്ചുള്ളൂന്ന്. എന്നിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് എന്ന് എന്റെ കർത്താവ് പഠിപ്പിച്ചതാ. എനിക്കത് ചെയ്യാനിപ്പോ അവകാശമില്ല. പറയാൻ വന്നത്, കുഞ്ഞിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ദുരുപദേശം അത് സുവിശേഷമല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രയും ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. നമ്മളെല്ലാ ഞായറാഴ്ചയും പള്ളി പറയുന്നതാ. പൗലോസ് ഭാഗ്യവാൻ ചൊല്ലിയിടുന്നു, ഞങ്ങൾ അറിയിച്ചു തന്നെ മറ്റൊരുത്തൻ വന്ന്
സുവിശേഷം അറിയിച്ചാൽ വാനമെങ്കിലും ആ ദൂതൻ താൻ ഏൽക്കും. സഭയിലല്ല, സഭയിൻ ശാപമെന്ന. ആട്ടെ. അപ്പോ കുഞ്ഞിന് വിശ്വാസമുണ്ടെന്ന് എന്റെ കർത്താവ് അംഗീകരിച്ചപ്പോൾ ഇല്ല എന്ന് പറയുവാൻ ഏത് ബിഷപ്പിനോ ഏത് ഉപദേശകനോ ആണ് ദൈവം തമ്പുരാൻ അധികാരം കൊടുത്തത്? അപ്പോ കുഞ്ഞിന് വിശ്വാസം ഉണ്ട്. ഒരു വാക്കും കൂടെ വായിച്ചട്ടെ. വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 43 മുതൽ താഴോട്ട് വായിച്ച്. അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന ഒരു വാദം അവർക്കിടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മനസ്സിലായോ? കുറെ കൂടെ. ശിശുവിനെ ആരെങ്കിലും എന്റെ നാമത്തിൽ കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്തോ ചെയ്യുന്നു? എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നമ്മുടെ സഭയുടെ വിശ്വാസം ഒരു സന്ദേഹവും വേണ്ട. വിശുദ്ധ വേദപുസ്തകത്തിന് അടിസ്ഥാനപ്പെട്ട വിശ്വാസം തന്നെയാണ്. ആരും മറിച്ച് പഠിപ്പിക്കുവാൻ അവകാശം ഇല്ല. കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്നാപനം നടത്തുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ സ്നാപനം നടത്തുവാൻ കൊണ്ടുവന്ന പിതാവായ എനിക്ക് എന്റെ യേശുവിലുള്ള വിശ്വാസത്തിന്റെ പുനഃപ്രഖ്യാപനം കൂടാ. ഇത് സാക്ഷ്യമാണ്. മാതാപിതാക്കളുടെയും കൂടിയിരിക്കുന്ന സഭ ഉണ്ടെങ്കിൽ സഭ ഇല്ല, ബന്ധുക്കളെങ്കിലും ഉണ്ടല്ലോ, അവരുടെയും സാക്ഷ്യമാണ് ഞാൻ എന്റെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന്. ആ യേശു മരിച്ചത് ആർക്ക് വേണ്ടിയാ? നമുക്കെന്ന് പറഞ്ഞാല് പാപികൾക്ക് വേണ്ടിയാ യേശു മരിച്ചത്. കുഞ്ഞിൽ പാപമുണ്ടോ? മൂന്ന് 4 മാസമായ ഒരു കുഞ്ഞിനെ, 2 കുഞ്ഞുങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും കിടത്തിക്കൊണ്ട് ഒരു കുഞ്ഞിന്റെ കയ്യിൽ കളറുള്ള എന്തെങ്കിലും കൊടുക്കുക, ബലൂണോ എന്തെങ്കിലും കൊടുക്കുക. മറ്റേ കുഞ്ഞെന്നാ ചെയ്യുന്നറിയാവോ? അടുത്ത് നീന്തി തുടങ്ങിയില്ല, പക്ഷെ മറ്റേ കുഞ്ഞെന്നാ ചെയ്യും? അതിന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് കരയും. ഇച്ചിരിയുടെ പ്രായമായാൽ പോയി അത് പിടിച്ചു പറിക്കും. ഞാൻ നിങ്ങളുടെ അതിര് മാന്തുന്നത് തന്നെയാണ്. പാപം 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 തന്നെയാണ്. പാപമുണ്ട് കുഞ്ഞുങ്ങൾക്കും, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ യേശു മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് ജനിച്ച കുഞ്ഞിനു വേണ്ടി, എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടിയും മരിച്ചതാ. അതുകൊണ്ട് ആ മരണത്താൽ കുഞ്ഞിനും രക്ഷയുണ്ട്. ഇനി പോരായെങ്കിൽ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 12 തൊട്ട് താഴോട്ടൊന്ന് വായിച്ച്. എന്നാൽ ശേഷമുള്ളവരുടെ കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ, ശ്രദ്ധിച്ചുകൊണ്ട്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. എന്തോ വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായോ ആ ഭാഗം? വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ പോലും വിശ്വാസം നിമിത്തം ദൈവം തമ്പുരാൻ വിശുദ്ധനെന്ന് എണ്ണുന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു വെച്ചതാ. പൗലോസ് തന്നെയാണ് പറഞ്ഞതെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു വെച്ചതാ. ഇങ്ങനെയുള്ള വിവാദങ്ങൾ കൊരിന്ത് സഭയിലും ഉണ്ടായിരുന്നു. അതിനെ 1-ാം അധ്യായം മുമ്പേ ഒന്ന് പറഞ്ഞത്. പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടുവോ, അല്ല പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ എന്നൊക്കെ ചോദിച്ച് വലിയ വിവാദം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശുദ്ധരെന്ന് ദൈവം തമ്പുരാൻ ഗണിക്കുന്നു. എന്റെ
കുഞ്ഞിനു വേണ്ടിയും കൂടെ മരിച്ച കർത്താവിനോട് ചേർത്ത് വളർത്തുവാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. അതുകൊണ്ട് എന്നിലുള്ള വിശ്വാസം കൊണ്ടും എന്റെ കുഞ്ഞിനു വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ള എന്റെ ഉറപ്പുകൊണ്ടും ആ കുഞ്ഞിനെയും കർത്താവ് രക്ഷിക്കും. അവന്റെ ഞാനിവിടെ സ്നാനപ്പെടുത്തുന്നുണ്ടല്ല, ഞാൻ എന്റെ കർത്താവിനോട് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞല്ലോ, ഇത് സിംബോളിക്കാണ്, പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രതീകാത്മകമായിട്ട് ആണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്റെ വിശ്വാസം ഉറപ്പിക്കുകയും കുഞ്ഞിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനങ്ങളോട് ചേർത്ത് വളർത്തുവാൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ശിശുസ്നാപനത്തിന് പ്രാധാന്യമുള്ളത്. അത് ദൈവവചനത്തിൽ പറഞ്ഞല്ലോ, ശിശുവിനെ എന്റെ നാമത്തിൽ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ കൈക്കൊള്ളുന്നത്, എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിലുള്ള സത്യവിശ്വാസം നമ്മൾ ഒരിക്കൽ കൂടെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നതിൽ, കുഞ്ഞിനെ ആയാലും മുതിർന്നവനെ ആയാലും പ്രതിഷ്ഠിക്കുന്നതിലൂടെ വിളിച്ചു പറയുക ചെയ്യുന്നു. ഓരോ സ്നാപനത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അത് വേണം, ചെയ്യണം. അത് സാക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ